ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ ഉള്ളത് വൈപ്പിനിലാണ്. വൈപ്പിൻ മുരിക്കുംപാടം ആണുള്ളത്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാനിപ്പോൾ ഒരു എന്താ പറയുക കടവിൻ്റെ അടുത്താണുള്ളത്. ബോട്ട് സംഭവങ്ങളൊക്കെ അടുപ്പിക്കുന്ന കടവിൻ്റെ അടുത്താണുള്ളത്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഒരു കസ്റ്റമർ ഉണ്ട് ഇവിടെ. സാർ ഇവിടെ ഒരു 30 ട്രാൻ്റെ ഡ്രയറാണ് നമ്മുടെ ചെമ്മീൻ അതുപോലെ മീനുകളൊക്കെ ഉണക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താ നമ്മുടെ വീഡിയോ ഇവിടുത്തെ ഡ്രയറിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ മീൻ ഉണക്കുന്ന സംഭവങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കസ്റ്റമർ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്താണ് ചേട്ടൻ്റെ പേര്? രവി. ഷെരീഫ്. രവി. രവി. രവിയായി. ഓക്കെ. അപ്പോൾ എത്ര നാളായി ഈ ഒരു മെഷീൻ എടുത്തിട്ട് നമ്മുടെ ഡ്രയർ? ഒരു 2-2.25 വർഷമായി. 2.25 വർഷമായി ഉപയോഗിക്കുന്നതാണ്. അപ്പൊ എന്തൊക്കെയാണ് മെഷീനിൽ കൂടുതലായിട്ട് ഉണക്കുന്നത്? കൂടുതല് നങ്ക്, കൊഴുവ, പല്ലിക്കോര, അയില, മുള്ളൻ, ചെമ്മീൻ. ഫുള്ള് മീനിന്റെ ഐറ്റംസ് ആണ്. അപ്പൊ ഇത് ഒരു ഹാർബറിനോട് ചേർന്നിട്ടാന്ന് തോന്നൂല്ലേ? അതെ, അടുത്ത ഹാർബറിനോട് അടുത്തുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഇപ്പൊ എന്തെങ്കിലും ഈ എടുത്ത് ഉണക്കിയിരുന്നോ മെഷീനിൽ? ഇപ്പോ ഈ ഒരു കൊല്ലമായിട്ട് ഉണക്കിക്കൊണ്ടിരിക്കണേ. ഒരു കൊല്ലമായിട്ട് ഉണക്കുന്നതാണ് അല്ലേ? കൂടുതലും ഇങ്ങനത്തെ മീനുകളാണ് ഉണക്കുന്നത്. ചെറിയ ചെറിയ മീനുകളാണ് തോന്നുന്നത് ഉണക്കുന്നത്. കനോള മീൻ ഉണക്കുന്നുണ്ട്. അത് മണിക്കൂറുകൾ കൂടിക്കൊണ്ടിരിക്കും. സമയം കൂടുതൽ എടുക്കുന്നു അല്ലേ? കനോള അനുസരിച്ച്, കനോള കൂടുന്നതനുസരിച്ച്. ഇതിപ്പോ എത്ര 30 ട്രാൻഡ് മെഷീനാണ് ചേട്ടൻ എടുത്തിരിക്കുന്നത് അല്ലേ? 30 ട്രാൻഡ് മെഷീനാണ് ചേട്ടൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് മെഷീൻ വരുന്നത്. ഇത് ഇവരിവിടെ ഫുള്ള് മീനിന്റെ ഐറ്റംസ് ആണ് ഉണക്കുന്നത്. മീന് മാത്രമാണ് ഉണക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ഇതിന്റെ ട്രേസ് ഇരിക്കുന്നുണ്ട് മെഷീനിന്റെ. നമുക്ക് മെഷീൻ ഒന്ന് തുറന്ന് കാണാൻ പറ്റുമോ? അതെ. ഇതാണ് മെഷീന്റെ ഉള്ളിലത്തെ ഒരു ഡോർ തുറക്കുമ്പോൾ. ഒരു ഡോറിൽ 10 ട്രേസ് ആണ് വരിക. അതേപോലെ ഇതെല്ലാം തന്നെ 304 ഫുഡ് ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാ സംഭവവും നല്ല ക്വാളിറ്റിയിൽ ഉണക്കിയെടുക്കാൻ പറ്റും. കേടാ. അപ്പൊ ലാസ്റ്റ് എന്താണ് മീൻ ഉണക്കിയത്? ഇപ്പോ 3 ദിവസമായിട്ടുള്ളൂ. 3 ദിവസം അല്ലേ? കൊഴുവേണ് ഉണക്കിയത്. കൊഴുവേണ് ഉണക്കിയത് അല്ലേ? അപ്പൊ ഈ ഉണക്കിയതൊക്കെ പാക്ക് ചെയ്തിട്ട് പോയി പാക്ക് ചെയ്ത് കൊടുക്കാണ് ചെയ്യുന്നല്ലേ? അപ്പൊ നമ്മള് വരുമ്പോഴേക്കും ഇവിടെ 3 ദിവസം മുമ്പ് ഉണക്കി പാക്ക് ചെയ്ത് കൊടുത്തുള്ളൂ. ചെമ്മീനോ? അതെ, ചെമ്മീൻ അല്ലേ? അതുപോലെ തന്നെ ഇപ്പൊ ഒരു വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ചെമ്മീൻ ഇന്നലെ കൊണ്ടുപോയുള്ളൂ. ചെമ്മീൻ ഇന്നലെ കൊണ്ടുപോയുള്ളൂ അല്ലേ? ഉണക്കിയത്. ഓയ്യോ. അപ്പൊ ചെമ്മീൻ ഇന്നലെ കൊണ്ടുപോയിട്ടുള്ളൂ ഉണക്കിയിട്ടുള്ളത്. ഇപ്പൊ ഇതിൽ 30 ട്രേസ് ആണ് വരുന്നത്. അപ്പൊ ഇവിടെ 2 ഡോർസ് വരുന്നുണ്ട്. ഇതേപോലെ ആയിരിക്കും ഇതിന്റെ ഉള്ളിലത്തെ ഒരു ഇത് വരിക. ഇതിൽ നമ്മൾ ട്രേസ് നമുക്കൊരു ഡോറിൽ 10 ട്രേസ് വെച്ചിട്ടാണ് വരിക. അതെല്ലാം തന്നെ 304 ഫുഡ് ഗ്രേഡ് സ്റ്റെയിൻലെസ്സിലാണ് വരുന്നത്. ആയതുകൊണ്ട് നമുക്ക് മീൻ എന്ത് സംഭവം നല്ല ക്വാളിറ്റിയിൽ ഉണക്കാനായിട്ട് പറ്റും. ചേട്ടൻ മീനിന്റെ ഐറ്റംസ് മാത്രം ഉണക്കിയിട്ടുള്ളൂ അല്ലേ? വേറെ വെജിറ്റബിൾസ് അങ്ങനെ എന്തെങ്കിലും ഒന്നും ഉണക്കിയിട്ടില്ലല്ലോ? അതൊന്നും ഉണക്കിയിട്ടില്ല. മീറ്റിന്റെ ഇത് മാത്രമാണ്. മീറ്റിന്റെ ഐറ്റംസ് മാത്രം ഉണക്കുന്നത്. നമ്മുടെ ഈ മെഷീനിൽ മീൻ മാത്രമല്ല, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഫിഷ്, മീറ്റ് അങ്ങനെയുള്ള എന്ത് സംഭവം നമ്മുടെ ഈ മെഷീനിൽ ഉണക്കാന്നുള്ളതാണ്. അത് നല്ല ക്വാളിറ്റിയിൽ ഉണക്കിയെടുക്കാനായിട്ട് പറ്റും. മെഷീന്റെ പ്രവർത്തനം ജസ്റ്റ് കാണിച്ചു തരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ബ്രേക്കർ ഒന്ന് ഓണാക്കിയിട്ട് പവർ സ്വിച്ച് ഓണാക്കി മെഷീൻ ഓണാവുന്ന കൂടെ കാണാം. വളരെ സിമ്പിളാണ്. ഇതിൽ നമുക്ക് ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാന്നുള്ളതാണ്. ഇതിനുള്ളിൽ ഹീറ്റർ ഓൺ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ ലൈറ്റ് ആണ് ഇവിടെ കാണുന്നത്. ഇതുപോലെ 10 ട്രേസ് ആണ് ഒരു ഡോറിൽ വരിക. അടിയിൽ വീല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചേട്ടാ, അപ്പൊ എങ്ങനെയാണ് ഈ ഡ്രയറിനെ പറ്റി അറിഞ്ഞത്? ട്രയല് കമ്പനിയിൽ നിന്ന് ആള് വന്നിട്ട് പിന്നെ ഓക്കെ ആക്കി തന്ന്. അതല്ല ഡ്രയറിനെ പറ്റിയിട്ട് എങ്ങനെയാണ് അറിഞ്ഞത് ഇങ്ങനെ ഉണക്കാൻ പറ്റുന്ന ഡ്രയറിൽ? അതിപ്പോ എല്ലായിടത്തും ഇത് തന്നെയാണല്ലോ. ഇപ്പൊ ട്രയല് മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണത് ട്രയൽ വെച്ചാണ്. ഡ്രയർ വെച്ചിട്ടാണ് അല്ലേ? മഴക്കാലത്ത് നമുക്കിപ്പോ വെയിലില്ലാത്ത സമയത്ത് നമുക്ക് ഉണക്കാൻ പറഞ്ഞ ബുദ്ധിമുട്ടാണ് ഈ മീൻ സംഭവങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ഡ്രയർ എടുത്തത് അല്ലേ? അതെ അതെ അതെ. അപ്പൊ മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ ഉണക്കണത് അല്ലേ? മഴക്കാലത്ത് പിന്നെ ഒരു വെയിലില്ലാത്ത സമയങ്ങളില് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഇനിയിപ്പോ അടുത്ത മാസം തൊട്ട് നമുക്ക് മഴയാണ്. അപ്പൊ മഴക്കാലത്തൊക്കെ നമുക്ക് മീൻ ഉണക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുന്നവർക്ക് ഇങ്ങനത്തെ മെഷീൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എളുപ്പത്തിൽ നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഈ ചെമ്മീനൊക്കെ ആണെങ്കിൽ എത്ര സമയം എടുക്കാറ് ഉണങ്ങാനായിട്ട്? ചെമ്മീനാണെങ്കിൽ ഒരു 6 മണിക്കൂർ. 6 മണിക്കൂറാണെങ്കിൽ ചെമ്മീൻ ഉണങ്ങി കിട്ടും. അതുപോലെ തന്നെ എത്ര ക്വാണ്ടിറ്റി ഇതിൽ നമുക്ക് ഇടാൻ പറ്റും മീന്?
30 കിലോ. 30 കിലോ. ചെമ്മീനാണെങ്കിൽ 30 കിലോ ഫുള്ളായിട്ട്. മറ്റു മീനുകളാണെങ്കിലോ? മറ്റു മീനാണെങ്കിൽ അതിനേലും കൂടുതൽ കയറും. അതിനാണ് കൂടുതൽ കയറും. ചെമ്മീനാണെങ്കിൽ ചെറിയ മീനായ കാരണം അതിന്റെ വോളിയം കൂടുതലായ കാരണം 30 കിലോയാണ് കൂടുതൽ. നമുക്ക് വെയിറ്റ് ഉള്ള മീനുകളാണെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതെ, നമ്മൾ ഒരു ട്രെയിനിന്റെ കപ്പാസിറ്റി പറയുന്നത് 5 കിലോ ആണ്. 5 കിലോ ഹോൾഡിംഗ് കപ്പാസിറ്റി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ വെയിറ്റ് ഉള്ള ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ, മറ്റു ഫുഡ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ട്രെയിൽ 5 കിലോ വരെ ഇടാൻ പറ്റുന്നതാണ്. അപ്പൊ തിക്നെസ് കൂടുന്നതിനനുസരിച്ചിട്ട് അതിന്റെ ഉണങ്ങുന്നതിനുള്ള സമയവും കൂടുന്നാണ് പറയുന്നത്. ചെമ്മീനൊക്കെ ആണെങ്കിൽ ഒരു 6 മണിക്കൂറാണ് ഉണങ്ങാനായിട്ട് എടുക്കുക. കൊഴുവാണെങ്കിൽ ഒരു 4 മണിക്കൂർ. കൊഴുവാണെങ്കിൽ 4 മണിക്കൂർ കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടും അല്ലെ? കൊഴുവാണെങ്കിൽ ഒരു 4 മണിക്കൂർ. ചെമ്മീനും 4 മണിക്കൂർ മതി. 4 മണിക്കൂർ മതി അല്ലേ? അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ ശ്രദ്ധിച്ചെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ട്രേസിലൊക്കെ ഒരു തുണി ഇട്ടിട്ടുണ്ട്. അതെന്തിനാണ് ഈ തുണി ഇടുന്നത്? തുണി ഇടണത് ഇതുമ്മ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാ. മീൻ ട്രേയിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി. അതെ അതെ അതെ. അപ്പൊ അത് എന്ത് തരം തുണിയാണത്? കോട്ടൺ തുണി. കോട്ടൺ തുണിയാണ് അല്ലേ? അപ്പൊ മീനൊക്കെ ഉണക്കുന്നവരാണെങ്കിൽ, നമ്മുടെ മെഷീൻസ് എടുക്കുകയാണെങ്കിൽ കോട്ടന്റെ തുണി ഇട്ടിട്ട് ഉണക്കാണ് ഏറ്റവും നല്ലത്. അപ്പൊ അതാകുമ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കില്ല എന്നാണ് ചേട്ടൻ പറയുന്നത്. ട്രേസില് ഇതാണ് മെഷീൻ വരുന്നത്. ട്രേയില് കൂടുതൽ കപ്പാസിറ്റി കിട്ടും. കൂടുതൽ കപ്പാസിറ്റി കിട്ടും അല്ലെ? തുണി ഇടുന്നതുകൊണ്ട് തന്നെ. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെന്നാണ് ചേട്ടൻ പറയണേ. അപ്പൊ ഞങ്ങൾക്ക് മെഷീൻ ഫുള്ളായിട്ടും ജസ്റ്റ് കാണിച്ചു തരാം, എല്ലാ ഡോറും തുറന്നിട്ട്. അപ്പൊ ഇതാണ് മെഷീന്റെ ഒരു സൈസ് കാര്യങ്ങൾ വരുന്നത്. അപ്പൊ ഇതൊരു 30 ട്രാൻഡ് മെഷീനാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പൊ ഇതിൽ ഒരു സൈഡിൽ മാത്രം നമ്മൾ ട്രേസ് ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് 3 സൈഡിലും ട്രേസ് ഇവിടെ തൊട്ടപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. അത് ഉണക്കി കഴിഞ്ഞ കാരണം പുറത്തേക്ക് എടുത്ത് വെച്ചേക്കാണ്. ഇതാണ് ഇതിന്റെ ഉള്ളിലത്തെ ഒരു ഇത് വരുന്നത്. അപ്പൊ ഈ മെഷീനിൽ ചേട്ടപ്പോ സെപ്പറേറ്റ് ആയിട്ട് 2 മീറ്റർ പാനൽ വെച്ചിട്ടുണ്ടല്ലേ? സെപ്പറേറ്റ് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണോ? സെപ്പറേറ്റ് പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. 10 പിന്നെ 2 20 അല്ലെ? 20 ട്രാൻഡ് അല്ലേ? 20 ട്രാൻഡ് ഒരു ക്യാബിനും അതുപോലെ തന്നെ 10 ട്രാൻഡ് ഒരു ക്യാബിനായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഒരു സൈഡിലേക്ക് മാത്രമേ ലോഡ് ചെയ്യാനുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് മാത്രമായിട്ട് ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ കറണ്ട് അതിനനുസരിച്ച് കുറവ് ഉപയോഗം വരുന്നുള്ളതാണ്. ഇത് ഈ മൊത്തത്തിൽ ഈ മെഷീൻ ഉപയോഗിക്കാൻ എത്ര കറണ്ട് വേണ്ടി വരും ഒരു മണിക്കൂറിൽ? അത് നോക്കിയല്ല, എന്നാലും കുറവ് മതിയാന്ന് വെച്ചാല് വെയില് ഉള്ള സമയങ്ങളിൽ നമ്മള് വെയിലത്ത് ഇട്ട് കഴിഞ്ഞ് ഒരു മണിക്കൂർ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് വളരെ നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാല് എല്ലാം സ്റ്റഡി ആയിട്ട് നിൽക്കും. നല്ല ഉണക്കായിട്ട് കിട്ടും. നല്ല ഉണക്കായിട്ട് നിൽക്കും, പൊടിയില്ല. എന്നല്ലേ? അപ്പൊ നമ്മള് ഏകദേശം ഒരു 90% പുറത്തിട്ട് ഉണക്കിയിട്ട് ഒരു മണിക്കൂറോളം നമ്മുടെ ഈ മെഷീനിൽ വെച്ച് ഉണക്കാന്നുണ്ടെങ്കിൽ അത് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് സ്റ്റഡി ആയിട്ട് കിട്ടും. നല്ല കളറിലും കിട്ടും അല്ലേ? നല്ല കളറിലും അതുപോലെ തന്നെ നല്ല ഉണക്കത്തിലും കിട്ടുന്നതാണ്. ഈ ചെറിയ മീനുകളൊക്കെ ആണെങ്കിൽ പൊടിഞ്ഞു പോലും പോകില്ല എന്നാണ് ചേട്ടൻ പറയുന്നത്. അപ്പൊ അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് വരുന്നത്. അപ്പൊ ഇനി എന്നാണ് മെഷീനിൽ ഉണക്കുന്നത് മീന്? 2 ദിവസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്. 2 ദിവസം കഴിഞ്ഞാൽ ഉണക്കാനുള്ള ഉണ്ട് അല്ലെ? 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും മീൻ ഉണക്കുന്നുണ്ട്. അപ്പൊ ചേട്ടാ, ഇപ്പൊ ഈ വീഡിയോ കാണുന്നവരെടുത്തേ ഇപ്പൊ ആരെങ്കിലും ഇതേപോലെ മീൻ ഉണക്കണം എന്നുള്ളവര് ഈ വീഡിയോ കാണുകയാണെങ്കിൽ മെഷീനെ പറ്റി ചേട്ടൻ എന്താ പറയാനുള്ളത്? മെഷീൻ എടുക്കുന്നത് എപ്പോഴും നല്ലതാണല്ലേ? ഇപ്പൊ പെട്ടെന്ന് ഒരു മഴയോ അല്ലെങ്കിൽ വെയിലില്ലായ്മയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, മഴ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു 75-80% വെയിലത്തിട്ട് ഉണക്കിയിട്ട് ബാക്കി നമ്മൾ ഒരു അരമണിക്കൂർ മെഷീനിലിട്ടാലും കളറും നല്ല ഇതും കിട്ടും. നല്ല ഇതും കിട്ടും അല്ലേ? അതാണ് ചേട്ടൻ പറയുന്നത്. അപ്പോൾ ഒരു 3/4 ഭാഗത്തോളം നമ്മൾ പുറത്ത് വിട്ട് ഉണക്കിയിട്ട് ഒരു മണിക്കൂറോളം നമ്മൾ മെഷീനിൽ വെച്ച് ഉണക്കിയാൽ തന്നെ അത്രയും നല്ല കളറിലും നല്ല ഉണക്കത്തിലും കിട്ടുന്നതാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇതേപോലെ മീൻ സംഭവമൊക്കെ ഉണക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ നമ്മുടെ മെഷീൻ എടുക്കാന്നുള്ളതാണ്. അപ്പൊ ചേട്ടൻ നമ്മുടെ കമ്പനിയിൽ വന്നിരുന്നോ മെഷീൻ നോക്കാനായിട്ട്? അതെ, കമ്പനിയിൽ വന്ന് ഈ ഒരു സൈസിന്റെ മെഷീൻ മതി എന്ന് നോക്കിയിട്ട് എടുത്താണോ? അതെ. ഇതിന്റെ ചെറുത് വലുതൊക്കെ നോക്കിയിരുന്നോ? ചെറുതും വലുതൊന്നുമല്ല, നമുക്ക് ഇഷ്ടപ്പെട്ടത് ഒരു 30 ട്രാൻഡ് മെഷീനാണ് നോക്കിയിരുന്നത് അല്ലേ? അപ്പൊ നമ്മുടെ കമ്പനി കസ്റ്റമൈസ് ചെയ്തിട്ടാണ് എല്ലാ ഡ്രൈവേഴ്സും ചെയ്യുന്നത്. അപ്പൊ ചേട്ടൻ ഇവിടെ 30 ട്രാൻഡ് ട്രെയിനാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കമ്പനി 3 ട്രേസ് തൊട്ടുള്ള മെഷീൻസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ 3 ട്രേസ് തൊട്ടുള്ള മെഷീൻസ് ചെയ്യുന്നുണ്ട്. 3, 5, 7, 10, 14, 20, 30, 50 കസ്റ്റമറുടെ ആവശ്യപ്രകാരം എത്ര ട്രേസിലുള്ള ഡ്രൈവറാണെങ്കിലും നമ്മൾ ഉണ്ടാക്കി നൽകുന്നതാണ്. അതും പല മെറ്റീരിയലും നമ്മൾ മെഷീൻസ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ഔട്ടർ ബോഡി വരുന്ന ഹൈലം ഷീറ്റാണ്, ബോഡി വരുന്ന ഹൈലം ഷീറ്റാണ്. അതുപോലെ തന്നെ ഉള്ളിൽ ട്രേസ് വരുന്നത് 304 ഫുഡ് ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇതിൽ തന്നെ നമുക്ക് ഔട്ടർ ബോഡി നമുക്ക് ഇരുമ്പിൽ ചെയ്യാം, മെഷീൻ ഫുൾ വേണമെങ്കിൽ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് ട്രേസ് വേണമെങ്കിൽ നമുക്ക് ഇരുമ്പിൽ മാത്രമായിട്ട് ചെയ്യാം. പല രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് മെഷീൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കസ്റ്റമറുടെ ആവശ്യം എന്താണോ, കസ്റ്റമറുടെ റിക്വയർമെന്റ് എന്താണോ അതിനനുസരിച്ചാണ് നമ്മൾ മെഷീൻസ് എല്ലാം തന്നെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മെഷീനിൽ മീൻ മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ പച്ചക്കറികൾ, പഴങ്ങൾ, മീൻ, ഇറച്ചി, മുളക്, മല്ലി, അങ്ങനെ എന്ത് സംഭവം ഉണക്കാം. നിങ്ങളൊരു മില്ലിന്റെ പർപ്പസിനോ
അല്ലെങ്കിൽ ഒരു വീട്ടാവശ്യത്തിനോ എന്ത് പർപ്പസിനാണെങ്കിലും നമുക്ക് എന്ത് ഉണക്കാനും നമ്മുടെ മെഷീൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാന്നുള്ളതാണ്, ഡെൽമാർക്കിനെ കോൺടാക്ട് ചെയ്യാന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ മീറ്റർ പാനൽ സംഭവങ്ങളൊക്കെ വരുന്നത്. ഇതിപ്പോ ട്രേസ് ഉണക്കി ഞാൻ എടുത്ത് വെച്ചേക്കാണല്ലോ പുറത്തേക്ക്. ഇനിയിപ്പോൾ അടുത്തത് ഉണക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടി പുറത്തേക്ക് എടുത്ത് വെച്ചേക്കാണ്. ഇതാണ് ആ തുണി, ഞാൻ പറഞ്ഞ തുണി ഇതാണ്. അപ്പോൾ ഇതിൽ ഉണക്കിയിട്ടുള്ള എൻ്റെ കോട്ടൺ തുണിയാണ്. ഒരു വൈറ്റ് തുണി, വൈറ്റ് കോട്ടൺ തുണിയാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ മീൻ സംഭവമൊക്കെ ഇതുവരെ ഉണക്കാന്നുള്ളതാണ് ചേട്ടാ. അപ്പൊ നമ്മുടെ ഈ മെഷീനിൽ ഉണക്കി എന്തെങ്കിലും മീനുകളൊക്കെ എന്തെങ്കിലും കാണിക്കാനുണ്ടോ ഇവിടെ? ഇപ്പൊ ചെമ്മീനുണ്ടോ ഇവിടെ? ഒന്ന് കാണിക്കാൻ പറ്റാം. ഇതിൽ കൂടെ ചെമ്മീൻ ഉണക്കി ഓൾറെഡി വെച്ചുള്ള ചെമ്മീൻ കൂടി ഉണ്ട്. ചെമ്മീൻ സൂക്ഷിക്കുന്നതിന്റെ ഒരു തരം കൂടി ഉണ്ട്. ആ ഒരു ചാക്ക ഉണ്ടല്ലേ, ഇതാണ് ഇപ്പൊ ഉണക്കി വെച്ചുള്ള ചെമ്മീനാണ്. ഉണക്കി വെച്ചുള്ള ചെമ്മീനാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ചെമ്മീൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാന്നുള്ളതാണ്. നല്ല ക്വാളിറ്റിയിൽ തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. പൊടിയില്ല, പെട്ടെന്ന് പൊടിയില്ല അല്ലേ? അതാണ് ചെമ്മീൻ ഉണക്കിയത് മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ അപ്പൊ ഇതേപോലെ നിങ്ങൾക്കും ചെമ്മീൻ അതുപോലുള്ള മറ്റു മീനുകളൊക്കെ ഉണക്കാന്നുള്ളതാണ് നമ്മുടെ മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇതാണ് നമ്മുടെ മെഷീൻ വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ മീനുകൾ, പച്ചക്കറികൾ, പഴങ്ങൾ എന്ത് സാധനം ഉണക്കാനും നമ്മുടെ മെഷീൻസ്, ഡ്രയർ മെഷീൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ ഡെൽമാർക്കിനെ. ഇതിപ്പോൾ ഒരു 30 ട്രാൻഡ് മെഷീനാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കമ്പനി ചെറുതും വലുതുമായിട്ടുള്ള മെഷീൻസ് ഒരുപാട് ചെയ്യുന്നുണ്ട്. അതും പല സൈസിൽ പല മെറ്റീരിയലിൽ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ എല്ലാ മെഷീൻസും നമ്മൾ ഓൾ ഓവർ ഇന്ത്യ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമുക്ക് മെഷീൻസ് എല്ലാം തന്നെ അയച്ചു തരാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവം ഉണക്കാനും ഡ്രൈവേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക, ഡെൽമാർക്കിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ അവിടെ അടിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.